5ാം ക്ലാസ്സിലെ മലയാളം മയിൽപീലി സ്പർശം എന്ന പാഠത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരമുള്ള ഒരു വീഡിയോയാണ്. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1. അർത്ഥം. യാമം. ഒരു ദിവസം 8 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ യാമവും 3 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. രാവിലെ 3 മണി മുതലാണ് യാമം ആരംഭിക്കുന്നത്. സ്പർശിക്കുക, തൊടുക. പ്രത്യാശ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന വിശ്വാസം. അലവലാതി, ദരിദ്രവാസി. സൗഹൃദം, സ്നേഹമല്ലെങ്കിൽ ചങ്ങാത്തം. ഉതകുക, ഉപകരിക്കുക. വകതിരിവ്, നല്ലതും ചീത്തയും വിവേചിച്ച് അറിയാനുള്ള ശേഷി. മെഴുമെഴുപ്പ്, നല്ല മിനുസമുള്ളത്. കശ്മലൻ, നിന്ദ്യൻ അല്ലെങ്കിൽ ദുഷ്ടൻ. അല്പം, വളരെ കുറച്ച്. അനൽപ്പം, അല്പമല്ലാത്ത, അതായത് വളരെ കൂടുതൽ. ഇനി പാഠപുസ്തകത്തിലെ വായിക്കാൻ കണ്ടെത്താം എന്നുള്ള പ്രവർത്തനമാണ്. ഒന്നാമത്തെ ചോദ്യം: ഒരു ജീവിതകാലം പോയി സ്നേഹം എന്തെന്നറിയാതെ. എന്തുകൊണ്ടായിരിക്കാം ആന ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: തെക്കേറ്റത്ത് താമസിച്ചിരുന്ന ആനകളുടെ രാജാവ് കിഴക്കുനിന്നും വന്ന മുയൽക്കുട്ടന്റെ അരുവിയിലെ വെള്ളം പോലെയുള്ളതും മാൻകൂട്ടത്തിന്റെ തേൻതുള്ളി പോലെയുള്ളതുമായ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോഴാണ് സ്നേഹം എന്തെന്നറിയാതെ ഒരു ജീവിതകാലം പോയി എന്ന് പറഞ്ഞത്. പരസ്പര സ്നേഹമെന്ന ആനന്ദം തിരിച്ചറിയാൻ വൈകിപ്പോയതുകൊണ്ടാണ് ആന ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം: അവന്റെ ഉള്ളിൽ ഇത്ര ത്യാഗം ഇരിക്കുന്നല്ലോ. ആരെക്കുറിച്ചാണ് സിംഹം ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: സിംഹത്തിനും കടുവായ്ക്കും മറ്റു ജീവികളെ തിന്നു മാത്രമേ ജീവിക്കാൻ കഴിയൂ. പുല്ലു തിന്നു ജീവിക്കുന്ന ജീവികളൊക്കെ വയസ്സായാൽ ചത്തുപോകും. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിൽ വയസ്സായവരെ മാംസഭുക്കുകളായ ജീവികൾ ഭക്ഷിച്ചോട്ടെ എന്ന കാട്ടുപോത്തിന്റെ നിർദ്ദേശം കേട്ടപ്പോഴാണ് സിംഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർദ്ദയനും കശ്മലനുമായ കാട്ടുപോത്തിന്റെ ഉള്ളിൽ ഇത്രയും ത്യാഗമുണ്ടല്ലോ എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം: മാമൻ സ്നേഹത്തിന്റെ വലിയൊരു ചുമടാണ്. ആരാണ് ഈ മാമൻ? കുഞ്ഞുമുയൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: തെക്കേയറ്റത്ത് താമസിച്ചിരുന്ന ആനകളുടെ രാജാവായ കൊമ്പനാനയാണ് മാമൻ. മുയൽക്കുട്ടന് തന്റെ മൂക്കിന്റെ ഇരുവശത്തുമുള്ള നീണ്ടു വെളുത്ത മീശകൾ കൊണ്ട് തൊട്ടറിയാനുള്ള കഴിവുണ്ട്. ആ മീശ കൊണ്ട് ആനരാജാവിന്റെ തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് ആനരാജാവ് സ്നേഹത്തിന്റെ വലിയൊരു ചുമടാണെന്ന് മുയൽക്കുട്ടന് മനസ്സിലായത്. അതുകൊണ്ടാണ് കുഞ്ഞുമുയൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: സസ്യഭുക്കുകൾ സസ്യങ്ങൾ തിന്ന് ജീവിക്കുന്നത് കുറ്റമല്ല. മാംസഭുക്കുകൾ മാംസം തിന്ന് ജീവിക്കുന്നതും കുറ്റമല്ല. സസ്യഭുക്കുകളിൽ പ്രായമായവർ എന്തായാലും ഒരു ദിവസം മരിക്കും. അങ്ങനെയുള്ളവരെ സിംഹവും കടുവയും പിടിച്ചു തിന്നോട്ടെ. ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യോന്യം ഉതകി ജീവിക്കാനാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് മരിക്കുന്നത് സന്തോഷകരമാണ് എന്ന് കാട്ടുപോത്ത് പറഞ്ഞത് കേട്ടപ്പോഴാണ് മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത്. അടുത്ത ചോദ്യം: സൗഹൃദ തടാകം എന്ന കഥയിൽ പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം എന്ത്? ഔചിത്യം എന്ന് പറഞ്ഞാൽ അത് ഉചിതമാണോ, അതിന് ചേർച്ചയുണ്ടോ, ആ പദപ്രയോഗം അല്ലെങ്കിൽ ആ വാക്ക്, ആ പേര് ആ തടാകത്തിന് ചേരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. വിവിധ സ്വഭാവങ്ങളുള്ള മൃഗങ്ങളെല്ലാം കാടിന്റെ ഒത്തനടുക്കുള്ള തടാകത്തിൽ നിന്നായിരുന്നു വെള്ളം കുടിച്ചിരുന്നത്. ശത്രുക്കളും മിത്രങ്ങളും ശക്തരും ദുർബലരും എല്ലാം. എല്ലാവരും സൗഹൃദപൂർവ്വം ഒരേ ജലാശയത്തിൽ നിന്നുള്ള വെള്ളം കുടിച്ചിരുന്നതിനാലാവാം തടാകത്തിന് സൗഹൃദ തടാകം എന്ന് പേരിട്ടിരിക്കുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ചങ്ങാത്തം, സ്നേഹമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. വിവിധ സ്വഭാവക്കാരായവർ അവിടെ ഒത്തുകൂടുന്നത് കൊണ്ട് ആ തടാകത്തിന് സൗഹൃദ തടാകം എന്ന പേര് വളരെ യോജിച്ചതും ഔചിത്യപൂർണവുമാണ്. അടുത്ത ചോദ്യം നോക്കാം. ആന സ്നേഹമുള്ള ജീവിയാണ്. എന്തൊക്കെ സൂചനകളാണ് പാഠഭാഗത്ത് കണ്ടെത്താൻ കഴിയുന്നത്? അതായത് ആനയ്ക്ക് സ്നേഹമുണ്ട്, മറ്റുള്ള മൃഗങ്ങളോടൊക്കെ സ്നേഹമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സൂചനകൾ എന്തെല്ലാമാണ്? ഈ പാഠഭാഗത്ത് പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന സൂചനകളെല്ലാമാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരമായി എഴുതേണ്ടത്. നമുക്ക് ഉത്തരം നോക്കാം. ലോകത്തിലെ എല്ലാം തൊട്ടു നോക്കി അവൻ സ്നേഹം കൊടുക്കും. കുഞ്ഞുമോനെ, നമ്മൾ ഈ കാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിന്നെപ്പോലെ ഓമനത്തമുള്ളവർ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ.
ഒരു ജീവിതകാലം പോയി സ്നേഹം എന്തെന്നറിയാതെ. ആനയുടെ ഈ സംഭാഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ആന സ്നേഹമുള്ള ജീവിയാണ് എന്നാണ്. കൂടാതെ മുയൽക്കുട്ടൻ വിളിച്ചു കൊണ്ടുവന്ന മാനുകളെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചതും സിംഹത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞതും ആനയും മാനും കളിക്കുന്നത് കണ്ട് ആടും ചെന്നായും ആ സ്നേഹ സൗഹൃദത്തിൽ പങ്കുചേരാൻ ചെന്നുകൂടിയതും ആന സ്നേഹമുള്ള ജീവിയാണ് എന്നതിന് ഈ പാഠഭാഗത്ത് നിന്നും കണ്ടെത്താൻ കഴിയുന്ന സൂചനകളാണ്. ഇനി പ്രയോഗഭംഗി കണ്ടെത്തുക എന്ന ചോദ്യമാണ്. ചോദ്യം: സ്നേഹത്തിന്റെ വലിയൊരു ചുമട് എന്നത് കഥയിലെ ഭംഗിയുള്ള ഒരു പ്രയോഗമാണ്. സ്നേഹം ചുമടായി മാറുമോ? എന്തുകൊണ്ടായിരിക്കും കഥാകാരി ഇങ്ങനെ പറയുന്നത്? അതായത് സ്നേഹത്തിന്റെ വലിയൊരു ചുമട്, ചുമട് എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ്. സ്നേഹം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അമ്മയുടെ സ്നേഹം, അച്ഛൻ്റെ സ്നേഹം, സഹോദരൻ്റെ സ്നേഹം, ചങ്ങാതിയുടെ സ്നേഹം, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ചുമട് എന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഭാരം വഹിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ആ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ ഇഷ്ടമുള്ളതിനോടുകൂടെ ചേർത്തിരിക്കുന്നത് ശരിയാണോ? അതായത് സ്നേഹത്തെ ഒരു ചുമടായിട്ടാണോ കൽപ്പിക്കേണ്ടിയിരുന്നത്? കുറച്ചുകൂടെ മധുരമുള്ള ഒരു വാക്കല്ലേ ചുമട് എന്നുള്ളതിന് പകരം ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കഥ എഴുതിയ ആള് അഷിത എന്ന് പറയുന്ന കഥാകാരിയാണ്. അപ്പൊ കഥാകാരി എന്തുകൊണ്ടാണ് സ്നേഹത്തെ ചുമടായി, അതായത് ഭാരമുള്ള ഒരു വസ്തുവായി കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. സ്നേഹത്തിൻ്റെ വലിയൊരു ചുമട്. ചുമട് എന്നത് ഭാരം എന്ന അർത്ഥത്തിലല്ല, വളരെ വലിയ എന്ന അർത്ഥത്തിലാണ്. ആന സ്നേഹമാണ്. മുയൽക്കൊട്ടനെ സംബന്ധിച്ച് ആന ഒരു മലയാണ്, മലയോളം പോകുന്ന വലിപ്പം. ആ വലിപ്പത്തെയാണ് ചുമട് എന്ന പദം സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ വലിയൊരു മല, അതാണ് കഥാകാരി ഉദ്ദേശിക്കുന്നത്. ഇനി അതിനോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി നോക്കാം. കഥയിലെ മറ്റു ചില പ്രയോഗങ്ങൾ നോക്കൂ. മയിൽപീലി കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. അതിൻ്റെ ഉത്തരം നോക്കാം. ഉണ്ണിമായയുടെ ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. മയിൽപീലി കരുണാപൂർവം അവളെ നോക്കി എന്ന് പറയുന്നതിന് പകരം കരുണാകുലമായ ഒരു നോട്ടം നീണ്ടു വന്നവളെ തൊട്ടു എന്ന് പറയുമ്പോൾ അവളെ തഴുകി ആശ്വസിപ്പിച്ചു എന്ന ഒരു ധ്വനി ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് ഈ പ്രയോഗത്തിൻ്റെ ആശയം പൂർണ്ണമായി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കഥ മുഴുവനും വായിക്കണം. അതായത് അഷിതയുടെ ഒരു നോവലാണ് മയിൽപീലി കണ്ണുകൾ എന്നുള്ളത്. അതിൽ നിന്ന് ഒരു കുറഞ്ഞ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. ആ നോവൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഉണ്ണിമായുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് മയിൽപീലി കണ്ണിൽ നിന്ന് ഒരു കരുണാകുലമായ നോട്ടം നീണ്ടു വന്നവളെ തൊട്ടു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രയോഗഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മയിൽപീലി കണ്ണ് അവളോട് ഈ മയിൽപീലി അവൾക്ക് സ്കൂളിൽ പോകുന്ന വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഉണ്ണിമായുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഇപ്പോൾ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ദയനീയമായ ആ ജീവിതത്തിലേക്ക് ആരും സ്നേഹിക്കാനില്ലാത്ത ആ ഉണ്ണിമായെ ഈ മയിൽപീലി കണ്ണ് നീണ്ടു വന്നവളെ തൊട്ടു എന്ന് പറയുമ്പോൾ അവളെ തഴുകി തലോടി അമ്മയുടെ ആശ്വാസം പോലെ, അമ്മയുടെ തലോടൽ പോലെ ഒരു തലോടൽ അവൾക്ക് കിട്ടി എന്ന ഒരു ആശയമാണ് അതിൽ നിന്ന് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിൻ്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. ഉത്തരം: ദാഹിച്ചു വലയുന്നവർക്ക് അരുവിയിലെ തണുത്ത ജലം ആശ്വാസം നൽകും. പുള്ളിമാന്റെ സ്നേഹം തേൻതുള്ളി പോലെ മധുരമാണ്. ആശ്വാസവും സന്തോഷവും തരുന്ന സ്നേഹത്തിന്റെ ഭാവങ്ങളാണ് ഈ പ്രയോഗങ്ങളുടെ ആശയമായി തെളിഞ്ഞു വരുന്നത്. ഇത് മുയൽക്കുട്ടൻ പറയുന്ന വാക്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദൈവത്തിന്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. ഉത്തരം: ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അതായത് വാക്കുകളുടെ അർത്ഥം നോക്കാം. നിലാവത്ത് തടാകക്കരയിൽ മൃഗങ്ങൾ കിടന്നുറങ്ങി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അത് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നതിന് പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കിടന്നുറങ്ങിയ മൃഗങ്ങളെ ദൈവസ്നേഹമാകുന്ന നിലാവ് തഴുകി എന്ന വർണ്ണനാപരമായ വാക്കുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കൂടാതെ നിലാവിനെ അളക്കാനാവാത്തത്ര വലുതായ ദൈവസ്നേഹത്തോട് ചേർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരോ അളവോ ഇല്ല. ഇത്തരം പദസമുച്ചയങ്ങൾ വായനക്കാരിൽ ചിന്താപരമായ ആസ്വാദനം ഉണർത്തുന്നു. അതായത് ആ മൃഗങ്ങൾ അവിടെ കിടന്നപ്പോൾ നിലാവ് അവരെ തഴുകി, നിലാവത്ത് അവരെ മൃഗങ്ങൾ കിടന്നു എന്ന് പറയുന്നതിന് പകരം
ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പോലെ ആണ് നിലാവ് അവരെ തഴുകിയത്. അതായത് നിലാവ് മൊത്തം ഭൂമിയിൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം ആ നിലാവായിട്ട് ഇവിടെ കഥാകാരി ആവിഷ്കരിച്ചിരിക്കുകയാണ്. മനോഹരമായ ഒരു പ്രയോഗമാണ്, വർണ്ണനയാണ് ഇത് എന്ന് പറയാം. ഇങ്ങനെയുള്ള വർണ്ണനകൾ നമുക്ക് വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയും നമ്മൾ അതിനെ ആസ്വദിക്കുകയും ചെയ്യും. നമ്മൾ പെരുമ്പടവൻ ശ്രീധരൻ്റെയൊക്കെ നോവലുകൾ വായിക്കുകയാണെങ്കിൽ അതിലെ ചില വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചാണ്, നമ്മളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുകയും നമ്മളുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരികയും അങ്ങനെ നമ്മൾ മറ്റൊരു ഭാവനാ ലോകത്തേക്ക് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഒരു നിമിഷം നമ്മൾ പുസ്തകത്തിൽ നിന്ന് മാറി നമ്മുടേതായ ഒരു ഭാവനാ ലോകത്തിലേക്ക് സഞ്ചരിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്കും വർണ്ണനകൾക്കും കഴിയുന്നു. അത്തരം കൃതികളാണ് മികച്ച കൃതികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഇതേപോലെ മികച്ച വർണ്ണനകളും പ്രയോഗങ്ങളും ഉൾപ്പെടുത്തി എഴുതുമ്പോൾ അത് വായിക്കുന്ന ടീച്ചർക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നുകയും നമുക്ക് മുഴുവൻ മാർക്കും എ ഗ്രേഡും തരികയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും നമ്മുടെ സൃഷ്ടികളിലൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മയിൽപീലി സ്പർശം എന്നാണല്ലോ ഈ കഥയുടെ പേര്. കഥാകാരി എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു ശീർഷകം കഥയ്ക്ക് നൽകിയത്? നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, അഷിത എന്ന് പറയുന്ന കഥാകാരിയാണ് മയിൽപീലി സ്പർശം എന്ന ഈ നോവൽ എഴുതിയത്. ഇതൊരു അല്പം വലിയ ഒരു നോവലാണ്. അതിൽ നിന്നും എടുത്ത അല്പം ചില ഭാഗങ്ങളാണ് നമുക്ക് പാഠഭാഗമായി തന്നിട്ടുള്ളത്. പാഠഭാഗത്തിനും അതേ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, മയിൽപീലി സ്പർശം എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാഠഭാഗത്തിനോ അല്ലെങ്കിൽ ഈ നോവലിനോ മയിൽപീലി സ്പർശം എന്ന് കൊടുത്തിരിക്കുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? ശീർഷകം എന്ന് പറഞ്ഞാൽ തലക്കെട്ട് എന്നാണ്. അപ്പോൾ ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ചിന്തകൾ നമുക്ക് പങ്കുവെക്കണമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇത്തരം പാഠഭാഗങ്ങൾ എടുത്തിട്ടുള്ള പുസ്തകങ്ങളുടെ പേരുകൾ ആ പാഠഭാഗത്തിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത് ആ കൃതിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിനൊക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ആ പുസ്തകങ്ങൾ നിങ്ങളുടെ അടുത്ത ലൈബ്രറിയോ അല്ലെങ്കിൽ സ്കൂളിലോ ഉണ്ടോ എങ്കിൽ അത് കിട്ടുമെങ്കിൽ അതെടുത്ത് വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. മയിൽപീലി സ്പർശം എന്ന പേര് ഈ കഥയ്ക്ക് ചേരുമോ എന്ന് നോക്കാം. ഉണ്ണിമായയുടെ നെറുകയിൽ ആരോ കൊടുക്കാൻ മറന്നുപോയ ഒരു ഉമ്മ പോലെ അത് സ്പർശിച്ചു എന്നാണ് കഥയുടെ ആരംഭത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു അനാഥയായ അമ്മയുടെ സ്നേഹമറിയാത്ത ഉണ്ണിമായയ്ക്ക് അമ്മയുടെ സ്നേഹമായി വന്ന മയിൽപീലിയാണ് പാഠഭാഗത്തുള്ള കഥ പറഞ്ഞുകൊടുത്ത് അവളെ ഉറക്കുന്നത്. മയിൽപീലി കരുണാകുലമായാണ് അവളെ നോക്കുന്നത്. ആ സ്പർശനം ഉണ്ണിമായയ്ക്ക് അമ്മയുടെ തലോടലാണ്. മയിൽപീലി പറയുന്ന കഥകൾ അമ്മയുടെ തരാട്ടുപാട്ടാണ്. അമ്മയുടെ സ്ഥാനമാണ് കഥയിൽ മയിൽപീലിക്കുള്ളത്. അതുകൊണ്ട് ഈ കഥയ്ക്ക് നന്നായി ചേരുന്നതും യോജിച്ചതുമായ ശീർഷകം തന്നെയാണ് മയിൽപീലി സ്പർശം എന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത് നമ്മളുടെ ഈ പാഠഭാഗത്തെ വെച്ചുകൊണ്ടാണ്. എങ്കിലും നമ്മൾ പാഠഭാഗത്തെ വെച്ചുകൊണ്ട് നമ്മളൊരു ഉത്തരം എഴുതണമെങ്കിൽ ആ നോവൽ മുഴുവനായി വായിച്ചാൽ മാത്രമേ നമുക്കത് അറിയുകയുള്ളൂ. ശരി, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാടിനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മാത്രമല്ല ഈ കഥ, നാടിനെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പാഠഭാഗത്ത് ഉണ്ണിമായയും മയിൽപീലിയും വരുന്നുണ്ടെങ്കിലും ഈ കഥയിൽ അവരൊന്നും വരുന്നില്ല. കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആന, മുയല്, ചെന്നായ, സിംഹം, കാട്ടുപോത്ത് ഇവർ മാത്രമാണ്. ഈ കഥ മനുഷ്യരെക്കുറിച്ചും നാടിനെക്കുറിച്ചുമാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? നമ്മുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് മനുഷ്യരെ കുറിച്ചുള്ള കഥയല്ല, മൃഗങ്ങളുടെ ഒരു കഥയാണ് എന്ന് മനസ്സിലാകും. പക്ഷേ മനുഷ്യരുമായി എന്തെങ്കിലും ഈ കഥയ്ക്ക് ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിതൊരു ഗ്രൂപ്പായി തിരിഞ്ഞ് ആണ് ചർച്ച ചെയ്യേണ്ടത്. ചർച്ചയിലൂടെയാണ് ഇതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഉണ്ണിമായയ്ക്ക് മയിൽപീലി പറഞ്ഞു കൊടുക്കുന്നതാണ് കാട്ടിലെ സൗഹൃദ തടാകത്തിൻ്റെ കഥ. ആ കഥയിലെ കഥാപാത്രങ്ങൾ ആനയും മുയലും കാട്ടുപോത്തും സിംഹവും ചെന്നായ്ക്കളുമാണ്. ശത്രുത വെടിഞ്ഞ് ത്യാഗമനോഭാവത്തിലൂടെ ഐക്യം കെട്ടിപ്പടുക്കുന്ന മൃഗങ്ങളാണ് ഈ കഥയിലുള്ളത്. കാട്ടിലെ കഥയാണെങ്കിലും നാടിനും നാട്ടിലെ മനുഷ്യർക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഈ കഥ. കണ്ണാടിയിൽ ആനകളുടെ സ്ഥാനത്ത് സമാധാനപ്രിയരായ മനുഷ്യരാണ്. മുയൽക്കുട്ടൻ കുട്ടികളാണ്.
ചെന്നായിയും സിംഹവും ദുഷ്ടന്മാരും കൊലപാതകികളുമായ മനുഷ്യരാണ്. സസ്യഭുക്കും മാംസഭുക്കും സമാധാനപ്രിയരായവരെയും ദുഷ്ടന്മാരെയും സൂചിപ്പിക്കുന്നു. വിവിധ സമുദായക്കാരായ മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കുമ്പോഴാണ് ദൈവവും സന്തോഷിക്കുന്നത്. വിട്ടുകൊടുക്കലും സഹകരണവും ഉണ്ടാകുമ്പോഴാണ് സ്നേഹമുണ്ടാകുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ തലോടൽ മനുഷ്യന് കിട്ടുന്നത്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചാൽ ഭൂമിയെ സ്വർഗമാക്കാം എന്നാണ് ചർച്ചയിലൂടെ ഉയർന്നു വന്ന അഭിപ്രായം. ഇനി മയിൽപ്പീലി സ്പർശം എന്ന പുസ്തകത്തിൻ്റെ കവർ പേജിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. മയിൽപ്പീലി സ്പർശം. പിന്നെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അത് കഥാകാരിയുടെ ഫോട്ടോയാണ്, അഷിതയുടെ ഫോട്ടോയാണ്. ഉണ്ണിമായ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിഹ്വലതകളും അവൾക്ക് കൈത്താങ്ങായി ആശ്വാസമരമായി തണൽ വിരിക്കുന്ന ചെറിയ മനുഷ്യരും അവരുടെ വലിയ ലോകവുമാണ് ഈ നോവലിൽ അഷിത കോറിയിടുന്നത്. കോറിയിടുക എന്ന് പറഞ്ഞാൽ വരച്ചിടുന്നത് എന്നാണ്. അപ്പം അത്ര സാഹിത്യ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. നമുക്കിത് ഈ കഥയിലെ കഥാപാത്രമായ ഉണ്ണിമായയെക്കുറിച്ചൊരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്, നോക്കാം. അനാഥയാണ് ഉണ്ണിമായ. ചെറുപ്പത്തിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു. മുത്തച്ഛനായ കേണലമ്മാവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മാവിൻ്റെ ക്രൂരമായ പെരുമാറ്റം ഉണ്ണിമായയെ ദുഃഖത്തിലാഴ്ത്തി. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മയിൽപ്പീലി കിട്ടി. അവളോട് സംസാരിക്കുന്ന മയിൽപ്പീലി. അവളുടെ ദുഃഖത്തിലും സങ്കടത്തിലും തുണയായി ആ മയിൽപ്പീലി. അവളതിനെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. ആ മയിൽപ്പീലിയുമായി ബന്ധപ്പെട്ട രസകരമായ കഥയാണ് മയിൽപ്പീലി സ്പർശം. ഇത് എഴുതിയത് അഷിത എന്ന സാഹിത്യകാരിയാണ്. ഉണ്ണിമായ സ്കൂളിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ വലിയ കുട്ടിയാണെന്നൊന്നും വിചാരിക്കരുത്, ചെറിയൊരു കുട്ടിയാണ് ഉണ്ണിമായ. നമുക്ക് മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. ഉപന്യാസം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മൃഗങ്ങളുടെ ഈ വർത്തമാനം കേട്ട് ദൈവം പറഞ്ഞു, എൻ്റെ കാട്ടിലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വകതിരിവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമുള്ള മൃഗങ്ങളെല്ലാം കൂടി സൗഹൃദ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. മയിൽപ്പീലി സ്പർശം എന്ന കഥയിലെ ഈ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കാടിനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മാത്രമല്ല ഈ കഥ, നാടിനെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമാണ്. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചാൽ ഭൂമിയെ സ്വർഗമാക്കാം. പരസ്പര സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ. അപ്പോൾ നമ്മളോട് ഒരു ഉപന്യാസം എഴുതാനാണ് പറയുന്നത്. ഉപന്യാസം എഴുതുമ്പോൾ എപ്പോഴും തലക്കെട്ട് നിർബന്ധമാണ്. ഇവിടെ നമുക്ക് അതുപോലെ ഒരു വിഷയവും തന്നിട്ടുണ്ടാവും. ആ വിഷയം വെച്ചിട്ടാണ് നമ്മൾ ഉപന്യാസം എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വിഷയം പരസ്പര സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന വിഷയമാണ്. ആ വിഷയമാണ് ഉപന്യാസമായിട്ട് എഴുതേണ്ടത്. അപ്പം അതിന് ഒരു തലക്കെട്ട് കൊടുക്കാം. ആ തലക്കെട്ട് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തലക്കെട്ട് കൊടുക്കാം. ഉപന്യാസത്തിന് ഒരു തുടക്കം വേണം. പിന്നെ ഉപന്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു 4-5 പോയിന്റുകൾ ചെറിയ 4 ഖണ്ഡികകളായി എഴുതണം. അവസാനം ഈ വിഷയത്തെക്കുറിച്ച്, അതായത് പരസ്പര സ്നേഹം മനുഷ്യ നന്മയ്ക്ക് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതിക്കൊണ്ട് ഉപന്യാസം അവസാനിപ്പിക്കാം. അപ്പോൾ അത്രയുമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നിങ്ങളത് സ്വയം ഒന്ന് എഴുതി നോക്കുക. അടുത്ത ചോദ്യം അനുഭവക്കുറിപ്പ് എഴുതാനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യോന്യം ഉതകി ജീവിക്കാനാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പട്ടിണി കിടക്കേണ്ട. എന്തായാലും ഒരിക്കൽ മരിക്കണമല്ലോ. അത് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടായാൽ അത്രയും സന്തോഷം. പരസ്പര സ്നേഹത്തിൻ്റെ മഹത്തായ പാഠങ്ങൾ പങ്കുവയ്ക്കുന്ന മയിൽപ്പീലി സ്പർശം എന്ന പാഠഭാഗത്തിലെ മൃഗങ്ങളെ പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുമല്ലോ. അത്തരം ഏതെങ്കിലും സന്ദർഭം അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ്. അതായത് മറ്റുള്ള ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് അവരതിന് നിങ്ങളോട് പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, പക്ഷെ നമ്മളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മറ്റൊരാൾ ബുദ്ധിമുട്ടി വന്നപ്പോൾ നമ്മൾ അവരെ ഒരു ഉപകാരം ചെയ്ത ഒരു അവസരം നമ്മളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ അത് എഴുതാനാണ് പറയുന്നത്. അങ്ങനെ അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ സന്ദർഭം ഏതാണ് എന്ന് എഴുതണം. ആദ്യം ഏത് സമയത്തായിരുന്നു അത് ഉണ്ടായത് എന്ന് എഴുതണം. അതോടൊപ്പം തന്നെ ആ സംഭവം എന്താണ് എന്ന് വിശദീകരിച്ച് എഴുതണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ സംഭവം മറക്കാതെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി ചെയ്തതാണോ? അതല്ലെങ്കിൽ ആ ഒരു ഉപകാരം ചെയ്തപ്പോൾ അവർ തിരിച്ച് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിച്ചതാണോ മറക്കാത്ത അനുഭവം? അല്ലെങ്കിൽ ആ ഉപകാരം അവർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടാവും. ആ നഷ്ടം കൊണ്ടാണോ നിങ്ങളത് മറക്കാതെ ഇരിക്കുന്നത്? അതും കൂടി എഴുതണം.
അപ്പോഴാണ് ആ ഒരു അനുഭവം വായിക്കുന്നവർക്കും വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഇനി അടുത്ത ഒരു ചോദ്യമുണ്ട്, അതും അനുഭവക്കുറിപ്പ് എഴുതാനുള്ളതാണ്. വായിക്കാം. ജീവികളുടെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് മയിൽപീലി സ്പർശം എന്ന പാഠത്തിൽ നാം മനസ്സിലാക്കി. അപ്പുവിൻ്റെ ഡയറിയിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ മുഖമൊന്ന് വാടിയാൽ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് അറിയാം. അവൾ എന്നെ കാലിൽ തഴുകി ആശ്വസിപ്പിക്കും. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ വളർത്തുമൃഗവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അവിടെ അപ്പുവിൻ്റെ ഒരു ഡയറിയിൽ ഒരു വാക്യം അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളത് നോക്കണ്ട, നമ്മളതൊരു ഉദാഹരണം തന്നതെന്ന് മാത്രം. അപ്പോൾ പലരുടെയും വീട്ടിൽ ലവ് ബേഡ്സോ അല്ലെങ്കിൽ പെറ്റായിട്ട് ഡോഗോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പല അനുഭവങ്ങളുണ്ടാവും. ഇപ്പം നായക്കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നമ്മളോടുള്ള സ്നേഹപ്രകടനം കാണേണ്ടത് തന്നെയാണ്. കാലിൽ നക്കുകയും കാലിൽ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് നമ്മുടെ ചുറ്റും ഓടി നടക്കും. അതുപോലെ ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായി തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ കിളികൾ ഒന്നായി ഒച്ചയുണ്ടാക്കും. അതൊക്കെ മനോഹരമായ ഒരു അനുഭവങ്ങളാണ്. ഇത്തരം അനുഭവങ്ങൾ വായിക്കുന്നവർക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് അത് എഴുതുക. അതാണ് ഈ അനുഭവക്കുറിപ്പ്, ഈ ചോദ്യം. മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു 2 സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഒന്ന്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ബസ്സിൻ്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുന്ന ഒരു സൗണ്ട് കേട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിലിരുന്ന ആളുടെ സീറ്റിലേക്ക് ഒരു പേഴ്സ് നിലത്തേക്ക് വീണ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പം എനിക്ക് തോന്നി അത് തൊട്ട് മുന്നിൽ സീറ്റിലിരിക്കുന്ന ആളുടെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അയാളെ തോണ്ടിയിട്ട് പറഞ്ഞു, സാറേ പേഴ്സ് സാറിൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളത് കുനിഞ്ഞെടുത്തിട്ട് തുറന്നു നോക്കിയിട്ട് അയാൾ സീറ്റിൽ എണീറ്റ് നിന്നിട്ട് എന്നോട് കുറേ പ്രാവശ്യം താങ്ക് യു എന്നൊക്കെ വളരെ കുറച്ചൊരു 3 പ്രാവശ്യം അയാൾ പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം അയാളുടെ വിലപ്പെട്ട രേഖകൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചു കിട്ടിയതിലുള്ളൊരു സന്തോഷ പ്രകടനമായിരുന്നത്. അതൊരു നല്ല അനുഭവമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനി ഇതേമാതിരി മറ്റൊരു സംഭവം ഉണ്ടായതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിൽ കയറി. അപ്പോൾ അത് വേറെ എവിടുന്നോ വരുന്ന ബസ്സാണ്. അപ്പം ഒരുവിധം നല്ല തിരക്കുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം നടുഭാഗത്തായിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആ സീറ്റിലിരുന്നു. എൻ്റെ തൊട്ട് മുന്നിലത്തെ സീറ്റിൽ 2 ലേഡീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ട് അടുത്ത ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് ഈ മുന്നിലിരുന്ന സീറ്റിൽ നിന്ന് ഒരു ലേഡി എണീറ്റ് അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് പൊടോ എന്ന് പറഞ്ഞൊരു കുട സീറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വീണു. നല്ല സൗണ്ട് കേട്ടതുകൊണ്ട് ഞാൻ അതെടുത്ത്, അപ്പോൾ ഈ എണീറ്റ സ്ത്രീയുടെ കുടയായിരിക്കുമല്ലോ, അവർ എണീറ്റപ്പോൾ നിലത്ത് വീണതാണ്. അവർ ആ തിരക്കിൽ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ വേഗം ആ കുട എടുത്തിട്ട് ആ ലേഡിയോട് പറഞ്ഞു, മാഡം ഇതാ കുട എന്ന് പറഞ്ഞ് കൊടുത്തു. അവരത് വാങ്ങുകയും ചെയ്തു. എന്നിട്ട് അവരവിടെ ഇറങ്ങിപ്പോയി കേട്ടോ. എന്നിട്ട് ബസ്സിങ്ങനെ പോയി ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അടുത്തൊരു ജംഗ്ഷൻ എത്തി. അടുത്ത ആ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തൊട്ട് മുന്നിലിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സീറ്റിലിരുന്ന സ്ത്രീ, 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ഇറങ്ങിപ്പോയി. മറ്റേ ആ സ്ത്രീ അവിടെ എന്തൊക്കെയോ തരികയാണ്. അവസാനം അവർ എന്നോട് ചോദിച്ചു, പുറകിലൊരു കുട കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുടയൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ആ സ്ത്രീയുടെ കുട കാണാതെ പോയിരിക്കുകയാണ്. ആ സ്ത്രീയുടെ കുടയാണ് ഞാൻ എടുത്ത് ആ നേരത്തെ ഇറങ്ങിയവർക്ക് കൊടുത്തത്. അവരത് വാങ്ങിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ വിവരം ഞാൻ അവരോട് പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വായിലിരിക്കുന്ന ഡയലോഗ് ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറ്റിയ അബദ്ധം പെട്ടെന്ന് എൻ്റെ മുഖമൊക്കെ ഭാവം മാറി. കാരണം അബദ്ധം പറ്റിയല്ലോ എന്നുള്ളൂ. പക്ഷേ ഞാനൊന്നും മിണ്ടാതെ അനങ്ങാതിരുന്നു. അവരവിടെ കുറച്ച് നേരം തിരഞ്ഞിട്ട് കണ്ടക്ടറോട് എന്തോ ചെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോണത് കണ്ടു. അവരുടെ കുട മിസ്സായി എന്നെങ്ങാനും പറഞ്ഞതായിരിക്കും. ആ ഒരു സംഭവം എനിക്കൊരു വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം നമ്മൾ മറ്റൊരാളുടെ സാധനം എടുത്ത് കൊടുക്കുകയും ചെയ്തു. ആ വാങ്ങിച്ച ആ സ്ത്രീ അത് നോക്കുകയും കൂടി ചെയ്യാതെ അവരത് വാങ്ങിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ അതൊരു വിഷമകരമായ ഒരു അനുഭവമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതൊരു 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. എന്നാൽ പോലും അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് തെളിഞ്ഞു നിൽക്കുകയാണ് ആ ഒരു സംഭവം. അതിലാ കുട നഷ്ടപ്പെട്ടു പോയവർക്ക് പോലും ചിലപ്പോൾ ഇത്രയും വിഷമമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നല്ലോ എന്നുള്ള ഒരു വിഷമമാണ്. അപ്പോൾ നമ്മൾ ഉപകാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഉപകാരം ഉപദ്രവമായി മാറും. ചിലപ്പോൾ അതൊരു പാരയായിട്ടും നമുക്ക് തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ട്. മയിൽപീലി സ്പർശം എന്ന പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പിന്നെ ചില എക്സ്ട്രാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത പാഠം ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കാണുവാനും സാധിക്കുന്നതായിരിക്കും.
Okay, thank you for watching this video.